നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു അനിതാസ് ഫുഡ് ഡയറി. അനിതാസ് ഫുഡ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി പീസി റെസിപ്പിയാണ്. അതായത് നാളികേരോ പച്ചക്കറിയോ ഒന്നുമില്ലാതെ 5 മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു മോര് കാച്ചിയതാണ്. ഊണൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. എളുപ്പം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. കൂടിപ്പോയാൽ 5 മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൈര് ഇവിടെ എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, ഉലുവ 3 മുതൽ 5 എണ്ണം. ഒരുപാട് ഉലുവ ഇട്ടാൽ ഞാൻ കറിവേപ്പില 1 തണ്ട്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യാനുസരണം, വെള്ളം 1/2 കപ്പ്. അതിന് തന്നെ നമുക്ക് ആവശ്യമുള്ള തൈര് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സി പൾസ് മോഡിൽ 1-2 സെക്കൻഡ് വീതം 3 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും തൈര് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇവിടെ കറിവേപ്പില ഞാൻ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്. അതിലെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അടികട്ടിയുള്ള പാൻ എടുക്കുക. അതിനകത്ത് ആദ്യം 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇടുക, എണ്ണയിലിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ഉടനെ 3-4 ഉലുവ ഇടുക. അപ്പം തന്നെ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം. ഇതെല്ലാം 1/2 സെക്കൻഡ് കൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാണ്ടായേ. കുറേ നേരം എടുത്തിട്ടുള്ള പ്രോസസ്സ് ഒന്നുമല്ല. ആദ്യമേ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കടുക് പൊട്ടിയതിന് ശേഷം ഗ്യാസ് ലോ ആക്കി വെക്കുക. എന്നിട്ട് വേണം ചെയ്യാൻ. മഞ്ഞൾപ്പൊടി ഇട്ട ഉടനെ 1 സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വെള്ളം 1/2 കപ്പ് ഒഴിക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഒഴിച്ച വെള്ളം അങ്ങനെ തിളച്ചു. ആ ചൂടിൽ പാത്രത്തിലെ ചൂടൊക്കെ കുറഞ്ഞ് ആ വെള്ളം കംപ്ലീറ്റ് ആ ചൂട് വലിച്ചോളും. ഈ സമയത്ത് നമ്മൾ ഡയറക്റ്റ് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തൈര് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിടുക. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. കറി റെഡിയായി. ഇത് രണ്ടാമതിന് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും ചൂടാക്കുകയൊന്നും വേണ്ട. കാരണം ആ ഉള്ള ചൂട് തന്നെ തൈര് വെന്തോളും. മാത്രമല്ല ഇനി രണ്ടാമത് തിളപ്പിച്ചു കഴിഞ്ഞാൽ തൈര് പിരിയാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് വെളുത്തുള്ളിയോ ചെറിയുള്ളിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഇഞ്ചിയോ വേറെ ഒരു ചേരുവകളും വേണ്ട. ഈവൻ കറിവേപ്പില പോലും ഉണ്ടെങ്കിൽ ഇടാം എന്നേ ഉള്ളൂ, ഓപ്ഷനാണ്. എന്നാൽ ചോറിന് പറ്റിയ നല്ലൊരു കറിയാണ്. എളുപ്പം ഉണ്ടാക്കാനും പറ്റും, നല്ല സ്വാദുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നിപ്പോ ലഞ്ചിന് ഉണ്ടായിരുന്ന കോമ്പിനേഷൻ ചോറ്, വെണ്ടക്കായ മെഴുക്കുവരട്ടി, മോര് കാച്ചിയത്, ചിക്കൻ ഫ്രൈ, നാരങ്ങ അച്ചാർ. ഈ റെസിപ്പി നമ്മൾ കണ്ടായിരുന്നല്ലോ. 5 മിനിറ്റ് തികച്ച് വേണ്ട. നാളികേരം ഉപയോഗിക്കുന്നില്ല. വെളിച്ചെണ്ണയിൽ സാധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തു എന്നുള്ളൂ. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലോ ഏതാച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കടുക് തളിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ കറിയുടെ പ്രത്യേകതകൾ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഹെൽപ്പും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് അനിതാസ് ഫുഡ് ഡയറി ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.